പ്രായമായ ഒരു വീട്ടമ്മ രമ്മച്ചി എൻ്റെ അടുത്ത് വന്ന് എന്നെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറഞ്ഞു, പിതാവേ, എല്ലാം നഷ്ടപ്പെട്ടു, എല്ലാം നഷ്ടപ്പെട്ടു, ഇതുവരെയുള്ള സമ്പാദ്യങ്ങൾ മുഴുവനും നഷ്ടപ്പെട്ടു. കണ്ണുനീർ ഒഴുക്കിക്കൊണ്ട് അവർ പറയുന്ന നിമിഷം പെട്ടെന്ന് കണ്ണുനീർ അടക്കിക്കൊണ്ട് അവരെന്നോട് പറഞ്ഞു, എല്ലാം പോയാൽ എന്താണ്, പരിശുദ്ധ അമ്മ ഞങ്ങളുടെ ജീവൻ രക്ഷിച്ചില്ലേ. എത്ര ഒരു പ്രത്യാശയുടെ ഒരു സന്ദേശമായിരുന്നു ആ അമ്മ ആ സമയം വ്യക്തിപരമായിട്ട് എനിക്ക് നൽകിയത്. അതുവരെയുള്ള സമ്പാദ്യം എല്ലാം ഒലിച്ചു പോകുന്നത് നേരിട്ട് കണ്ട ആ അമ്മച്ചി എന്നോട് പറയുകയാണ്, പരിശുദ്ധ അമ്മ ജീവൻ നൽകിയല്ലോ എന്ന്. കൂടിയിരുന്ന എല്ലാവരോടുമായിട്ട് പങ്കുവെക്കാൻ എനിക്കൊരു വലിയൊരു പ്രചോദനം നൽകിയത് അമ്മയുടെ വാക്കുകളാണ്. ഭയപ്പെടേണ്ട, ദൈവം നമ്മുടെ കൂടെയുണ്ട്, അവിടുന്ന് നമ്മെ ഒരിക്കലും ഉപേക്ഷിക്കുകയില്ല, സഭ ഒന്നിച്ച് സമൂഹം മുഴുവനും നിങ്ങളുടെ കൂടെ ഉണ്ടാകും, എല്ലാറ്റിനും ദൈവം മറുപടി കണ്ടെത്തിയിട്ടുണ്ട് എന്ന സന്ദേശം അവർക്ക് ഞാൻ നൽകി. എങ്കിലും എങ്ങനെ ഇത് സാധിക്കുമെന്ന് കരുതി. എന്നാൽ സുമനസ്സുകളായിട്ടുള്ള എല്ലാവരുടെയും വലിയ പിന്തുണ നമുക്ക് ലഭിച്ചു. അവരുടെ എല്ലാം പേരുകളും സാഹചര്യങ്ങളും എല്ലാം ഇവിടെ വിവരിച്ചതുകൊണ്ട് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നില്ല. കൃതജ്ഞതയോടുകൂടി വ്യക്തിപരമായിട്ട് ഞാൻ നിൽക്കുക. എല്ലാവരുടെയും സമൂഹത്തിൻ്റെ മുഴുവൻ നാനാജാതി മതസ്ഥര് എല്ലാവരെയും ഞാൻ ഈ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീ പിണറായി വിജയൻ ഇക്കാര്യം പങ്കുവച്ചപ്പോൾ തീർച്ചയായിട്ടും മന്ത്രിമാരുടെ സാന്നിധ്യമുണ്ടായിരുന്നു. വയനാടിനെ ചൂരൽമലയിലുള്ള അതേ സമീപനം തന്നെ ഞങ്ങൾക്കുണ്ടാകും, സഹായിക്കും. ഒരിക്കലും മറന്നില്ല, നിരവധി ആളുകൾക്ക് 15 ലക്ഷം രൂപ സർക്കാർ നൽകി, നന്ദിയോട് ഓർക്കുകയാണ്. മാത്രമല്ല ആ കാലഘട്ടത്തിൽ വാടക സർക്കാരാണ് നൽകിയത്. ജീവിക്കുവാൻ ആവശ്യമായിട്ടുള്ള എല്ലാം സർക്കാരിൻ്റെ പിന്തുണയുണ്ട്. പ്രത്യേകമായി സർക്കാരിനെ ഓർക്കുന്നു. MLA ആയിരുന്ന ശ്രീ വിജയൻ നന്ദിയോടുകൂടി, പഞ്ചായത്ത് പ്രസിഡന്റുമാർ എല്ലാവരെയും നന്ദിയോടുകൂടി ഈ അവസരത്തിൽ പ്രത്യേകമായിട്ട് ഓർക്കുകയാണ്. KCBCയുടെ വലിയൊരു പിന്തുണ. ഡിസംബർ മാസം KCBC ഒരുമിച്ച് ചേരുമ്പോൾ ദുരന്തമുഖത്തായിരിക്കുന്ന പാവങ്ങളെ എങ്ങനെ സഹായിക്കാൻ സാധിക്കും, സഭയ്ക്ക് വലിയൊരു ദൗത്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ഇക്കാര്യം അവതരിപ്പിച്ചപ്പോൾ ഒരുമയോടുകൂടി സഹായിച്ചു. പ്രിയങ്കരനായ KCBC അന്നത്തെ പ്രസിഡന്റ് മാർ ബസേലിയോസ് മാർ ക്ലീമിസ് പിതാവിനോടും ജസ്റ്റിസ് കമ്മീഷന്റെ ചെയർമാനായിരുന്ന പുളിക്കൽ പിതാവിനോടും സഹപ്രവർത്തകരോടുമുള്ള വലിയ കൃതജ്ഞത ഞാൻ പങ്കുവെക്കുകയാണ്. ഒരു വീടിന് 10 ലക്ഷം രൂപ നൽകാം, അങ്ങനെ 41 വീടുകൾക്കുള്ള സഹായം നൽകാമെന്ന് ഉറപ്പ് നൽകിയപ്പോൾ അത് വലിയ ഒരു ആശ്വാസമായി. നമുക്കത് സാധിക്കും. പ്രതിസന്ധികളെ നേരിടാൻ ദൈവം നമ്മുടെ കൂടെയുണ്ട്. അഭിമന്യ പിതാക്കന്മാരുടെ രൂപത്തിൽ ശ്രീ ഹുസൈൻ മടവൂ എന്നെ വിളിച്ചു പറഞ്ഞു, നിങ്ങളോടൊപ്പം ഞങ്ങളും ഉണ്ടാകും, തീർച്ചയായിട്ടും ഉണ്ടാകും എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ ഒരിക്കലും മറന്നു പോവുകയില്ല. അദ്ദേഹം നമ്മുടെ കൂടെയുണ്ട്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം എത്രയോ സന്തോഷം നൽകുന്നതാണ്. ജാതിയിലേക വർണ്ണമൊഴുകും രുധിരത്തിലും ജാതിയില്ലല്ലോ പുളിപ്പാർന്ന കണ്ണീരിലും എന്ന കവിവാക്യം എത്ര അന്വർത്ഥമാക്കുകയാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം. ഈ സമ്മേളനത്തിൽ ഞാൻ വരാം, ഞാൻ കൂടെ ഉണ്ടാകും എന്നുള്ളത് സാമ്പത്തികമായ ഒരു സഹായം എന്നതിനേക്കാൾ സാംസ്കാരിക കേരളം മതേതരത്വം നിലനിർത്തുന്നതിന് അനിവാര്യമാണെന്ന എത്രയോ വലിയൊരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. അങ്ങയോടുള്ള കൃതജ്ഞത, അങ്ങയുടെ സഹപ്രവർത്തകരുള്ള കൃതജ്ഞത ഈ അവസരത്തിൽ പങ്കുവെക്കുകയാണ്. വീട് നഷ്ടപ്പെട്ടു പോയവർക്ക് ഇതിനു മുൻപ്
ഇവിടെ 2019 വീട് നഷ്ടപ്പെട്ടു പോയപ്പോൾ 1 ഏക്കർ സ്ഥലം വാങ്ങി ഒരുമിച്ചായിരുന്നു വീടുകൾ നിർമ്മിച്ച് നൽകിയത്. എന്നാൽ അതിനേക്കാൾ ഭംഗിയായിട്ടുള്ളത്, കാര്യക്ഷമമായിട്ടുള്ളത്, വ്യക്തിപരമായി അവർക്ക് താല്പര്യമുള്ള സ്ഥലങ്ങളിൽ സ്ഥലം കണ്ടെത്തുക, വീട് നമുക്ക് നിർമ്മിച്ച് നൽകാം എന്ന നിർദ്ദേശമായിരുന്നു. അത് വീട് നഷ്ടപ്പെട്ടു പോയ എല്ലാവരും തന്നെ സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും അവർക്ക് താമസിക്കാൻ ആവശ്യമായ സ്ഥലം അത് രൂപതയുടെ വിവിധ സ്ഥലങ്ങളിലായും രൂപതയ്ക്ക് പുറത്തായും അവർ കണ്ടെത്തി. അവിടെയെല്ലാം അവരെ സഹായിച്ചുകൊണ്ടാണ് 70 വീടുകൾ നമ്മൾ പൂർത്തിയാക്കിയത്. നമുക്ക് ഈ ദുരന്തമുഖത്ത് ദുരന്തമുണ്ടായി എന്നറിഞ്ഞപ്പോഴേ ഞാൻ ആദ്യം വിളിച്ചത് വിലങ്ങാട് ഫൊറോന വികാരി ബഹുമാനപ്പെട്ട വിൽസനച്ചനാണ്. അച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളെല്ലാം നോക്കിക്കൊള്ളാം. ഇപ്പോൾ പിതാവ് ഇങ്ങോട്ട് വരണ്ട, വന്നാൽ ഇങ്ങോട്ട് കടന്നു പോകാൻ തന്നെ സാധിക്കുകയില്ല, കൂടുതൽ ബുദ്ധിമുട്ടാകും. കടന്നു പോകാൻ സാധിക്കുമ്പോൾ ഞങ്ങൾ വിളിക്കാം, ഞങ്ങൾ നോക്കിക്കൊള്ളാം. തീർച്ചയായിട്ടും അച്ഛൻ ആദ്യന്തം ഈ വലിയ പരസഹായ പ്രവർത്തനങ്ങളുടെ മുൻപിലുണ്ടായിരുന്നു. വീടുകളെ കണ്ടെത്തുന്നതിന്, തുടർന്ന് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നതിന് എപ്പോഴും അച്ഛൻ കൂടെ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ അന്ന് മഞ്ഞക്കുന്ന് വികാരിയായിരുന്ന ബഹുമാനപ്പെട്ട മറ്റപ്പിള്ളി അച്ഛൻ, പിന്നീട് കടന്നു വന്ന പ്രിയപ്പെട്ട ബോബി അച്ഛൻ, എല്ലാവരും ഒരുമിച്ച് ഒരു ഹൃദയം ഒരു ആത്മാവും എന്നതുപോലെ ഈ പ്രദേശത്തുള്ള എല്ലാവരും അതിനെ സഹായിച്ചതുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ